ആകാശ് അകത്തേക്ക് കയറിപ്പോയതും അവൾ ദേഷ്യത്തോടെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അവിടേക്ക് അഞ്ജു വന്നു. മോളെ, ചേച്ചിയമ്മ ഇന്ന് നല്ല കലിപ്പിലാണല്ലോ, എന്താ കാര്യം? ആകാശ് അഞ്ജുവിനോട് തിരക്കി. അഞ്ജു കല്യാണിയെ വിളിക്കുന്നതാണ് ചേച്ചിയമ്മ. എനിക്കറിയില്ല, വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കിട്ടിയപ്പോൾ മുതൽ നല്ല ഗൗരവത്തിലാണ്. ഇവൾക്ക് ഇങ്ങനെ ദേഷ്യം തോന്നാൻ മാത്രം എന്തായിരിക്കും ആ പേപ്പറിൽ? അഞ്ജു പറഞ്ഞ ആ പേപ്പറായിരിക്കും അവളുടെ കയ്യിലുണ്ടായിരുന്നത്, അവൻ ആത്മഗതം പറഞ്ഞു. ചേട്ടനെ എന്താലോചിച്ച് നിൽക്കുവാ? അഞ്ജു തിരക്കി. മോൾ, ആ പേപ്പർ ചേച്ചിയമ്മ കാണാതെ ചേട്ടൻ എടുത്തു തരുമോ? അത് ചേച്ചിയമ്മ നേരിട്ട് ചോദിച്ചാൽ പോരെ, എന്തിനാ കാണാതെ എടുക്കുന്നേ? ചേച്ചിയമ്മ നല്ല ദേഷ്യത്തിലല്ലേ, അന്നേരം ആ പേപ്പറും ചോദിച്ച് മോള് ചെന്നാൽ മോളോട് ദേഷ്യപ്പെടും. അത് മോൾക്ക് സങ്കടമാകില്ലേ? മോൾക്ക് സങ്കടമായാൽ ചേട്ടനും സങ്കടമാവും. അതുകൊണ്ട് ചേച്ചിയമ്മ കാണാതെ എടുത്താൽ മതി. അവളെല്ലാം സമ്മതിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് നേരെ കല്യാണിയുടെ റൂമിലേക്ക് പോയി. എന്നാൽ കല്യാണിയെ അവിടെ ഒന്നും തന്നെ കണ്ടില്ല. ഈ സമയം ആ പേപ്പർ നോക്കിയെടുക്കാം, ചേച്ചിയമ്മ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, അഞ്ജു മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് അവൾ അവിടെ എല്ലായിടത്തും ആ പേപ്പർ തിരഞ്ഞു. റൂം മൊത്തവും അലങ്കോലപ്പെട്ടെന്നല്ലാതെ അവിടെ നിന്ന് ആ പേപ്പർ കണ്ടെത്താൻ അഞ്ജുവിന് കഴിഞ്ഞില്ല. അവൾ നിരാശയോടെ കല്യാണിയെ തിരയാൻ തുടങ്ങി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോഴാണ് ആ കാഴ്ച അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പേപ്പർ കല്യാണി കത്തിച്ചു കളയുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. അവൾ അവിടെ നിന്നും നേരെ ആകാശിന്റെ അടുത്തേക്ക് പോയി. മോക്ക് ആ പേപ്പർ കിട്ടിയോ? ആകാംക്ഷയോടെ ആകാശ് അഞ്ജുവിനോട് തിരക്കി. ഇല്ല, ആ പേപ്പർ ചേച്ചിയമ്മ കത്തിച്ചു കളഞ്ഞു, അവൾ നിരാശയോടെ പറഞ്ഞു. അതും പറഞ്ഞ് അഞ്ജു പോയി. ആകാശ് ആലോചനയിൽ മുഴുകി. ആ പേപ്പറിൽ എന്തായിരുന്നു എന്നറിയാനുള്ള ആ വഴിയും അടഞ്ഞു. അവൻ ആത്മഗതം നടത്തി. കല്യാണി ആ പേപ്പർ കത്തിച്ചു കഴിഞ്ഞിട്ടും ദേഷ്യം തീരാതെ റൂമിൽ വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ സ്നേഹ, എന്തിനാ എന്നെ ഇപ്പോൾ വിളിച്ചത്? അവൾ ഫോൺ അറ്റൻഡ് ചെയ്തതും പെട്ടെന്ന് തന്നെ അവളോട് ദേഷ്യത്തോടെ തിരക്കി. ഒന്നുമില്ല, ഞാൻ നിനക്ക് ശല്യമാണെങ്കിൽ ഞാൻ വെക്കുക. അതും പറഞ്ഞ് സ്നേഹ കോള് കട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പയ്യെ കല്യാണിയുടെ മനസ്സ് ശാന്തമായി തുടങ്ങി. അപ്പോഴാണ് സ്നേഹ വിളിച്ചതും ഒരു കാര്യവുമില്ലാതെ അവളോട് ചൂടായതും ഓർമ്മ വന്നത്. അവൾക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണൂ, ഇപ്പം തന്നെ അവളെ വിളിക്കണം. കല്യാണി ആത്മഗതം നടത്തി. അവൾ ഫോൺ എടുത്ത് ഉടനെ തന്നെ സ്നേഹയെ വിളിച്ചു. എന്നാൽ സ്നേഹ കോൾ അറ്റൻഡ് ചെയ്തതേയില്ല. പലതവണ തുടരെ കല്യാണി വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിശ്രമത്തിനൊടുവിൽ സ്നേഹ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സ്നേഹ, നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നേ? ഞാൻ എത്ര തവണ വിളിച്ചു? നിനക്ക് എന്നോട് സംസാരിക്കാൻ നേരം ഉണ്ടാവോ ഇപ്പം? എന്തിനാ എന്നെ വിളിച്ചത്? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? സോറിയടി, സങ്കടവും ദേഷ്യവും കൂടി കലർന്നു വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ. പിണങ്ങല്ലടാ. എന്തു പറ്റി അവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ചുരുട്ടിക്കൂട്ടിയിട്ടിരുന്നൊരു പേപ്പർ കിട്ടി. വെറും ഒരു പേപ്പറല്ല, അത് ഒരു പ്രേമലേഖനമായിരുന്നു. എൻ്റെ കെട്ടിയോൻ ആരോ കൊടുത്തതാണ്. അത് വായിച്ചു കഴിഞ്ഞ് അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും എൻ്റെ ദേഷ്യവും സങ്കടവും അടങ്ങുന്നില്ലടി. അതിന് നീ എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നത്? പിന്നെ എനിക്ക് സങ്കടം വരാതെ എൻ്റെ കെട്ടിയോൻ ആ പെൺകുട്ടിക്കൊപ്പം പോകട്ടെ എന്ന് ഞാൻ കരുതണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അവളുടെ സ്നേഹം നിന്റെ കെട്ടിയോൻ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ? നിനക്കത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും കിട്ടിയതാണെന്നല്ലേ പറഞ്ഞത് നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. സ്നേഹയുടെ വാക്കുകൾ കല്യാണിക്ക് ആശ്വാസം പകർന്നു നൽകി. പിന്നെ കുറേ നേരം ഇരുവരും സംസാരിച്ചിരുന്നു. കോള് കട്ട് ചെയ്തു അഞ്ജു റൂമിലേക്ക് വന്നു. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? രാമനങ്കിൾ ചേച്ചിയമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്കിന്ന് വേണ്ട, ഒട്ടും വിശപ്പില്ല, മോള് പോയി കഴിച്ചിട്ട് വാ. എന്നാൽ എനിക്കും വേണ്ട, ചേച്ചിയമ്മ അത്താഴപ്പട്ടിണി കിടക്കുവാണെങ്കിൽ ഞാനും ഒന്നും കഴിക്കുന്നില്ല. അതും പറഞ്ഞ് അഞ്ജു ബെഡിലേക്ക് കയറി കിടന്നു. മോൾ എഴുന്നേറ്റ് വാ, ചേച്ചിയമ്മയും കഴിക്കാം. അങ്ങനെ അഞ്ജുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണിയും അത്താഴം കഴിച്ചു. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അഞ്ജുവിനെയും കുട്ടി കല്യാണി അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച കല്യാണിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആരും കാണാതെ അവൾ അതിസമൃദ്ധമായി ഒഴുകി വന്ന കണ്ണുനീർ മറച്ചു പിടിച്ചു. ചേച്ചിയമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നേ? എന്തു പറ്റി ചേച്ചിയമ്മേ? കല്യാണിയുടെ ആ നിൽപ്പ് കണ്ട് അഞ്ജു തിരക്കി. ഒന്നുമില്ല മോളെ. ഈ പെണ്ണിനി ആരായിരിക്കും? എൻ്റെ ഭർത്താവിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ മാത്രം
കല്യാണി അങ്ങനെ ഓരോന്നും ആലോചിച്ച് അവിടെ തന്നെ നിന്നു. ചേച്ചിയമ്മേ, നമുക്ക് അകത്തേക്ക് കയറാം, എന്നിട്ട് എന്ത് കാര്യമായാലും ആലോചിക്കാലോ. ആലോചനയിൽ മുഴുകി നിന്ന കല്യാണിയോട് അഞ്ജു പറഞ്ഞു. ആ നിൽപ്പ് പിന്നെ അങ്ങനെ തുടരാതെ അവൾ അഞ്ജുവിനോടൊപ്പം അകത്തേക്ക് കയറി. അപ്പോഴാണ് ആകാശിന്റെ കണ്ണുകൾ കല്യാണിയെ കണ്ടത്. കല്യാണിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും അവൻ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അതും കൂടിയായപ്പോൾ കല്യാണിയുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു. ആ സമയത്താണ് കല്യാണിക്കരികിലായി നിൽക്കുന്ന അഞ്ജുവിന്റെ നേരെ ആ പെൺകുട്ടിയുടെ നോട്ടം പോയത്. അഞ്ജുമോളെ! ആ പെൺകുട്ടി അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കീർത്തി ചേച്ചി വന്നിട്ട് ഒരുപാട് നേരമായോ? അഞ്ജു തിരക്കി. കുറച്ചു നേരം ആയതേ ഉള്ളൂ. മോൾ എവിടെ പോയതാ? ഞാനും ചേച്ചിയമ്മയും അമ്പലത്തിൽ പോയതാ. മോളുടെ ചേച്ചിയമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കീർത്തി തിരക്കി. അത് ചേച്ചിയമ്മയ്ക്ക് കീർത്തി ചേച്ചി പരിചയമില്ലല്ലോ. അതായിരുന്നോ? ഞാൻ അവർ അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. പരിചയപ്പെടാൻ ഇനി ധാരാളം ടൈം ഉണ്ടല്ലോ. പറയാമെന്ന കാര്യം മുഴുവിപ്പിക്കുന്നതിന് മുൻപേ ഇടയ്ക്ക് കയറി ആകാശാണ് മറുപടി പറഞ്ഞത്. കല്യാണി അഞ്ജുവുമായി നേരെ റൂമിലേക്ക് പോയി. ഇതിനോടകം തന്നെ കല്യാണിയുടെ മനസ്സിൽ 100 ചോദ്യങ്ങളും വന്നു നിറഞ്ഞു. ചേച്ചിയമ്മേ! ആലോചനയിലായിരുന്ന കല്യാണിയെ അഞ്ജു വിളിച്ചു. അഞ്ജുവിൻ്റെ വിളി കേട്ടതും ചെറിയ ഞെട്ടലോടെ അവൾ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. മോളെ, താഴെ ഉണ്ടായിരുന്ന ആ ചേച്ചിയെ മോൾക്ക് എങ്ങനെയാ പരിചയം? കീർത്തി ചേച്ചിയുടെ കാര്യമാണോ ചേച്ചിയമ്മ തിരക്കിയത്? അതെ മോളെ, കീർത്തി ചേച്ചി ആകാശേട്ടൻ്റെ മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണോ? കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ കുറച്ച് ഉറക്കെ ചോദിച്ചു. അതെ, അതിന് ചേച്ചിയമ്മ എന്തിനാ ഞെട്ടിയത്? മോളുടെ ചേട്ടന് എത്ര മുറപ്പെണ്ണുണ്ട്? ഞാനും കീർത്തി ചേച്ചിയും മാത്രമേ ഉള്ളൂ. നീ ചെറിയ കുട്ടിയായതുകൊണ്ട് എൻ്റെ ഭാഗ്യം. ഒരെണ്ണത്തെ സഹിച്ചാൽ മതിയല്ലോ. ഈ കീർത്തിയെ പോലെ 2-3 കൂടി ഉണ്ടായിരുന്നേ എനിക്കിപ്പോൾ വല്ല ഹാർട്ട് അറ്റാക്കും വന്നേനെ. കല്യാണി ആത്മകഥം നടത്തി. ചേച്ചിയമ്മ എന്തി ആലോചിക്കുന്നേ? അത് മോളെ, ഈ കീർത്തിയുടെ കല്യാണം കഴിഞ്ഞതാണോ? ചേച്ചിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ചേച്ചി ഇപ്പോഴും സിംഗിളാണ്. അന്നേരം അവൾ എനിക്ക് പാരയാകുന്ന ലക്ഷണമുണ്ടല്ലോ, കല്യാണി മനസ്സിൽ പറഞ്ഞു. രണ്ടുപേരും പിന്നെ സംസാരിച്ച് നിന്ന് ഒരു നിമിഷം പോലും സമയം കളഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കല്യാണി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് വന്നു. വേറെ ഒന്നുമല്ല, താഴെ ആകാശും കീർത്തിയും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന നിമിഷമെല്ലാം കല്യാണിയുടെ മനസ്സിൽ പേടിയാണ്. അവൾക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമാകുമോ എന്ന പേടി. അവൾ താഴെ ചെന്നപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ, അതായത് നമ്മുടെ കുക്ക്, എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ നിർത്തിവെച്ചു. ആകാശിൻ്റെ ഇടതുവശത്തായി കീർത്തി സ്ഥാനം പിടിച്ചു. കല്യാണിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവൻ്റെ വലതുവശത്തായി അവളും ഇരുന്നു. പിന്നെ പതിവ് പോലെ അവൾ അഞ്ജുവിന് വാരിക്കൊടുക്കാനായി തുടങ്ങി. പക്ഷേ കീർത്തിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവളും അഞ്ജുവിന് വാരിക്കൊടുക്കാൻ തുടങ്ങി. 2 ചേച്ചിമാരുടെയും ഇടയിൽപ്പെട്ട് പാവം നമ്മുടെ അഞ്ജുവും. ദൈവമേ, രണ്ടുപേരും കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുമെന്നാണ് തോന്നുന്നത്. അഞ്ജു ആത്മകഥം നടത്തി. മോൾ എന്താ ആലോചിച്ചിരിക്കുക? ഇതും കൂടി കഴിക്കുക. ചപ്പാത്തി കടലക്കറിയിൽ മുക്കിയെടുത്തുകൊണ്ട് കല്യാണി അവളോട് പറഞ്ഞു. മോൾ ഇതും കൂടി കഴിക്കുക. ആ നിമിഷം തന്നെ കീർത്തിയും പറഞ്ഞു. ഇതേ സമയം അഞ്ജു വയർ നിറഞ്ഞ് ആകാശിനെ നോക്കി. അഞ്ജുമോളെ കല്യാണിയുടെയും കീർത്തിയുടെയും ഇടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷിച്ചില്ലെങ്കിൽ രണ്ടുപേരും കൂടി അവളെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലും. അവൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. മോളുടെ ഉണ്ണിവയർ നിറഞ്ഞു. ഇനി നിങ്ങളിരുന്ന് കഴിക്കാൻ നോക്ക്. ഇരുവരോടുമായി അവൻ പറഞ്ഞ് അഞ്ജുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. ചേട്ടാ, കീർത്തി ചേച്ചി എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? അഞ്ജു അവനോട് തിരക്കി. അവൾ വന്നതല്ലേ ഉള്ളൂ മോളെ, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. മോളെന്താ അങ്ങനെ തിരക്കിയത്? ഒന്നുമില്ല. അതും പറഞ്ഞ് അവൾ വായും കൈയും കഴുകി റൂമിലേക്ക് പോയി. അവൻ അവൾ പോയതും നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ ഡൈനിങ് ടേബിളിൽ ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ ചെന്നതും അവൻ അന്തം വിട്ട് ഒരു നിമിഷം നിന്നുപോയി.